അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യ കേരളം ഇന്നും അഭിമാനപൂർവ്വം പറയുന്ന നവോത്ഥാന മൂല്യങ്ങൾ എത്രത്തോളം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ജാതി വെറി എന്ന വിഷം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നും എത്രത്തോളം ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ക്യാമ്പസുകളിലെ ജാതി വെറിയും വ്യവസ്ഥാപിത കൊലപാതകങ്ങളും കേവലം ഒരു ആത്മഹത്യ എന്നതിലുപരി ഒരു ദളിത് വിദ്യാർത്ഥിക്ക് തന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം മനോവീര്യം തകർക്കപ്പെട്ട വ്യവസ്ഥാപിത കൊലപാതകം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറായി വേണം നിതിൻ രാജിന്റെ മരണത്തെ കാണാൻ. നിതിൻ രാജിന്റെ കേസിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം അധ്യാപകരിൽ നിന്ന് നിത്യേന ഏൽക്കേണ്ടി വന്ന പരിഹാസങ്ങളാണ് അവനെ മരണത്തിലേക്ക് നയിച്ചത്. ജാതിയെയും കുടുംബ പശ്ചാത്തലത്തെയും നിറത്തെയും കുറിച്ച് അധ്യാപകർ മോശമായി സംസാരിച്ചിരുന്നു. ഭ്രാന്തൻ നായ എന്ന് വിളിച്ചുള്ള അധിക്ഷേപങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ അന്തസ്സിനെയാണ് മുറിവേൽപ്പിച്ചത്. സംവരണത്തിലൂടെ വരുന്ന കുട്ടികൾക്ക് അറിവില്ലെന്നും അവർ ഡോക്ടർ ആകാൻ യോഗ്യരല്ലെന്നുമുള്ള സവർണ ബോധം പല അധ്യാപകരിലും ഇന്നും ശക്തമാണ്. നിതിന്റെ കാര്യത്തിലും ഇതേ മാനസികാവസ്ഥയാണ് അധ്യാപകർ പുലർത്തിയത്. ശാരീരിക പീഡനത്തെക്കാൾ മാരകമാണ് മാനസികമായ തകർക്കൽ. പരീക്ഷകളിൽ തോൽപ്പിക്കുമെന്ന ഭീഷണി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്മർദ്ദമാണ്. നിതിന്റെ ഉത്തരക്കടലാസുകൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചതും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയതും ക്രൂരമായ പീഡന മുറകളാണ്. ജാതിയുടെ പേരിൽ കൂടെയുള്ളവരിൽ നിന്നും അധ്യാപകരിൽ നിന്നും നേരിടുന്ന ഒറ്റപ്പെടുത്തൽ ഒരു വിദ്യാർത്ഥിയെ കടുത്ത വിഷാദത്തിലേക്കും നിസ്സഹായതയിലേക്കും തള്ളിയിടുന്നു. രോഹിത് വെമുലയ്ക്ക് ശേഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമാകുന്നില്ല. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നടന്നതിന് ശേഷം മാത്രം നടപടിയെടുക്കുന്നതിന് പകരം പ്രതിരോധ സംവിധാനങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ക്യാമ്പസുകളിൽ ജാതി വിവേചനം റിപ്പോർട്ട് ചെയ്യാൻ ഭയമില്ലാത്ത അന്തരീക്ഷം വേണം. പരാതി നൽകിയാൽ അത് പഠനത്തെ ബാധിക്കില്ലെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് ലഭിക്കണം. കേരളീയ പൊതുസമൂഹം ജാതി വെറിയെ വെറും തമാശയായോ അല്ലെങ്കിൽ പഴയകാല കാര്യമായോ കാണുന്നത് നിർത്തണം. കറുത്ത നിറത്തെയും പിന്നാക്ക ജാതിയെയും താഴ്ത്തിക്കെട്ടുന്ന മനോഭാവം നമ്മുടെ സിനിമകളിലും സാഹിത്യത്തിലും ഇന്നും കാണാം. ഇത് മാറണം. ഒരാളുടെ കഴിവിനെ അളക്കേണ്ടത് അയാളുടെ ജാതി നോക്കിയല്ല, മറിച്ച് അധ്വാനവും അറിവും നോക്കിയാണ്. നിതിൻ രാജിന്റെ മരണം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച ആ യുവാവിന്റെ സ്വപ്നങ്ങൾ കരിച്ചു കളഞ്ഞ നമ്മുടെ സമൂഹത്തിലെ ജാതി വെറി തന്നെയാണ്. നിതിൻ രാജിന് ലഭിക്കുന്ന നീതി ഇനി ഒരു കുട്ടി പോലും ഇത്തരത്തിൽ വിവേചനം അനുഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നതാകും.